നെഹ്റു ട്രോഫി ജലമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് സംഘാടക സമിതി പറയുമ്പോഴും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളും ജലോത്സവ പ്രേമികളും എത്തുന്ന ആ ഫിനിഷിംഗ് പോയിന്റിലെ പവലിയന്റെ അവസ്ഥ തീർത്തും ശോചനീയമാണ്. ഉയർന്ന നിരക്കിലുള്ള ടിക്കറ്റ് എടുക്കുന്നവർക്കുള്ള റേസ് കോർണറിലടക്കം മേൽക്കൂര തകർന്ന അവസ്ഥയിലാണ്. കേരള ടൂറിസം വകുപ്പിന് തന്നെ അപമാനമാകുന്നതും അപകട സാധ്യത നിറഞ്ഞതുമായ സാഹചര്യമാണ് പുന്നമടയിലെ ഫിനിഷിംഗ് പോയിന്റിൽ ഇന്നുള്ളത്. ലോക പ്രശസ്തമായ നെഹ്റു ട്രോഫി ജലമേള ആസ്വദിക്കാൻ വിദേശ വിനോദസഞ്ചാരികളും ജലോത്സവ പ്രേമികളുമായുള്ള ആയിരങ്ങളെത്തുന്ന ആലപ്പുഴ പുന്നമട ഫിനിഷിംഗ് പോയിന്റിലെ പവലിയന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഈ പൊട്ടിത്തകർന്ന പ്ലാറ്റ്ഫോമിലൂടെ വേണം ആയിരങ്ങൾ മുടക്കി ടിക്കറ്റ് എടുത്തെത്തുന്നവർ അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് എത്താൻ. ഒന്ന് കാൽ വഴുതിയാൽ വീഴുക കായലിലേക്ക്. 10,000 ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഇവിടെ വന്ന ആൾക്കാർക്ക് ഇരിക്കാൻ 3,000-4,000 രൂപ ടിക്കറ്റ് കൊടുത്ത് ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് ഉരുണ്ട് വീണ് കാലൊടിയാനും അതുപോലുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതുപോലെ ഈ വഴി ഇവിടെ തൊട്ട് അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ ഇതുപോലെയാണ് കിടക്കുന്നത്. ഇതൊന്നും നോക്കാനായിട്ട് ഇവിടെ ആരുമില്ല. പവലിയന്റെ മേൽക്കൂര തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. മൂടി പിടിപ്പിക്കലടക്കമുള്ള ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടുമില്ല. നോക്കാൻ ആളില്ലാത്തടത്തോളം കാലം ഇനിയിപ്പോൾ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. 2 ദിവസം കൊണ്ടല്ലേ ഉള്ളൂ. ശനിയാഴ്ചയായി, തിങ്കളാഴ്ചയായി, ഇനി 2 ദിവസം കഴിയും. ചിലപ്പോൾ മേലത്തെ ഒരു ഷീറ്റ് അതുപോലെ ടെമ്പററി ഷീറ്റ് ഇടുമായിരിക്കും. പക്ഷേ ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഈ ഫ്രണ്ട് റെഡിയാക്കാൻ പോകുന്നു തോന്നുന്നില്ല. ഇന്നേക്ക് 4ാം നാൾ ഇതൊക്കെയാണെങ്കിലും പുന്നമടയിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ ഒഴുകിയെത്തും, വള്ളംകളി ആസ്വദിക്കും. എന്നാൽ കേരളത്തിലെ വിനോദസഞ്ചാര രംഗത്തിനും കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയ്ക്കും പുന്നമടയിലെ ഇന്നത്തെ അവസ്ഥ തീർത്താ തീരാത്ത കളങ്കമാകും സൃഷ്ടിക്കുക. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.